കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. 74ാമത്തെ ദശകം നാരായണീയം നോക്കാം ഇന്ന്. അപ്പോൾ കഴിഞ്ഞ ദശകത്തിൽ 73ാം ദശകത്തിൽ നമ്മൾ ഭഗവാൻ ക്രൂരനോടൊപ്പം മധുര നഗരത്തിലേക്ക് വരുന്ന ആ ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇപ്പോൾ മധുരാപുരിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ നടന്ന കുറേ കാര്യങ്ങളൊക്കെ വിവരിക്കുന്നതാണ് ഈ ഒരു ദശകം. അപ്പോൾ ഇവിടെ ഭഗവാൻ ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണ് മധുരാപുരിയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ബലരാമനും നന്ദഗോപരും ഭഗവാനും ചേർന്ന് ആ മധുരാപുരിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പുറപ്പെടുന്നു. അപ്പോൾ ആ മധുരാപുരി നിവാസികൾ ഒരുപാട് കാലമായിട്ട് കൃഷ്ണനെ കാണാൻ വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൃഷ്ണൻ വരുന്നു എന്നൊക്കെ അവരെ മനസ്സിലാക്കിയത് കൊണ്ട് ധാരാളം സ്ത്രീകളും ഒക്കെ അവിടെ വന്ന് ഭഗവാനെ കാണാനുമായിട്ടും അവിടെ ധാരാളം സ്ത്രീകളും ഒക്കെ എത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അലക്കുകാരൻ, രജകൻ എന്ന് പറയും, അയാളുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ കയ്യിലൊരു ഭാണ്ഡം, അതിൽ നിറയെ ഈ കൊട്ടാരത്തിലേക്ക് കംസൻ്റെ കൊട്ടാരത്തിലേക്കുള്ള രാജകീയ വസ്ത്രങ്ങളായിരുന്നു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എനിക്ക് കുറച്ച് നല്ല വസ്ത്രങ്ങൾ വേണമെന്ന്. അപ്പോൾ ഈ രചകൻ ഭഗവാനെ പരിഹസിച്ചു, ഇത് കന്നാലി ചെറുക്കന്മാർക്കുള്ളതല്ല, ഇത് രാജകീയ വസ്ത്രങ്ങളാണെന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചു. ആ സമയത്ത് ഭഗവാൻ കുറച്ച് ദേഷ്യം വന്നിട്ട് അവനെ ഒന്ന് തലയ്ക്ക് അടിച്ചു. അവൻ മരണം വരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു മോക്ഷമായിട്ടാണ് കരുതുന്നത്. അയാൾ പുണ്യഗതി പ്രാപിച്ചു എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം ഈ അലക്കുകാരൻ്റെ, രചകൻ്റെ കയ്യിലെ ഭാണ്ഡത്തിലെ തുണികളെല്ലാം എടുത്ത് കൃഷ്ണനും ബലരാമനും നന്ദഗോപരും മറ്റു ഗോപന്മാരും എല്ലാം ആവശ്യമുള്ളതൊക്കെ ധരിച്ചു എന്നും പറയുന്നുണ്ട്. പിന്നീട് ഭഗവാൻ അങ്ങനെ ആ നഗരം മധുരാപുരിയിൽ നടക്കുമ്പോൾ പിന്നെ കണ്ടത് ഒരു നെയ്ത്തുകാരനാണ്. അയാളും ഭഗവാന് ഒരുപാട് നല്ല വസ്ത്രങ്ങളൊക്കെ സമ്മാനിച്ചു. പിന്നെ അതിനുശേഷം ഒരു മാല ഒക്കെ കെട്ടി ഹാരങ്ങളൊക്കെ കെട്ടി വിൽക്കുന്ന ആളുടെ അടുത്തെത്തി. അയാൾ പരമഭക്തനായിരുന്നു ഭഗവാന്റെ. അങ്ങനെ ധാരാളം ഹാരങ്ങളുമൊക്കെ നൽകി, പൂമാലകളൊക്കെ നൽകി ഭഗവാന്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എന്താണ് വേണ്ടത് നിനക്ക് വരമായിട്ടെന്ന് പറഞ്ഞു. എനിക്ക് ഭഗവാനിൽ പരമമായ ഭക്തി അതെന്നും ഉണ്ടാവണേ എന്നുള്ള ഒരാഗ്രഹമാണ് പറഞ്ഞത്. അങ്ങനെ സ്തോത്രങ്ങൾ കൊണ്ടും ഒക്കെ ഭഗവാനെ സ്തുതിച്ചു, ആദരിച്ചു. അപ്പോൾ ഭക്തിയുടെ ആ ഒരു മാഹാത്മ്യത്തെയാണ് ഇവിടെ ഭഗവാൻ എടുത്ത് കാണിക്കുന്നത്. അങ്ങനെ ഭക്തിയോടൊപ്പം ഐശ്വര്യവും ഭഗവാൻ അയാൾക്ക് നൽകി. പിന്നെ വഴിയിൽ പിന്നെ കണ്ടത് ശരീരത്തിൽ 3 വളവുകളുള്ള ത്രികുബ്ജ, അതായത് കാണാൻ വിരൂപയായിരുന്നു, എന്നാൽ അവർ കുറിക്കൂട്ട് കംസൻ്റെ രാജധാനിയിലേക്ക് കുറിക്കൂട്ടുമായിട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഭഗവാൻ അവളെ സുന്ദരി എന്ന് വിളിച്ചുകൊണ്ട് കുറിക്കൂട്ട് ചോദിച്ചു. അപ്പോൾ അത് കൊടുത്തപ്പോൾ അവളുടെ താടിയിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തിയപ്പോൾ ശരീരത്തിൽ 3 വളവുകൾ മാറി സുന്ദരി രൂപമായിട്ട് മാറി. അങ്ങനെ അവൾക്ക് ഭഗവാൻ ഒരു മോക്ഷം കൊടുത്തു. കാരണം അവളുടെ ആ ഒരു ശാപമോക്ഷം പോലെയായിരുന്നു അത്. അങ്ങനെ പിന്നെ അതിനുശേഷം സുന്ദരിയായി അവൾ നടന്നു നീങ്ങി. പിന്നെ അതിനുശേഷം ഗോപുരത്തിന് ഉള്ളിൽ ഭഗവാൻ പ്രവേശിച്ചു. മധുര നഗരിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ ആ സമയത്ത് ഭഗവാൻ പ്രവേശിക്കുമ്പോൾ തന്നെ അമ്മയായ ദേവകിയാണ് അവിടെ ആണല്ലോ ഉള്ളത്. ദേവകിയുടെ മുലയിൽ പാൽ ചുരന്നു എന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അക്രൂരൻ മധുരയിൽ കൃഷ്ണനെ എത്തിച്ചു. അങ്ങനെ എത്തിക്കുമെന്ന് ദേവകിയായ അമ്മയ്ക്ക് അറിയായിരുന്നു. അങ്ങനെ അവിടെ ധനുർയാഗത്തിനായിട്ട് ഒരുക്കി വെച്ച വലിയ വില്ല്, അത് ഭഗവാൻ അതെടുത്ത് അതിൽ ആ വില്ലെടുത്ത് അത് ഒടിച്ച് ആ ഒരു ശബ്ദം കേട്ട് അതിൽ കംസൻ പോലും പരിഭ്രമിച്ചു ആ ശബ്ദത്തിൽ, ആ വില്ല് ഒടിഞ്ഞ ശബ്ദം കേട്ടിട്ട്. അപ്പോൾ ഭഗവാൻ അത്രയും
ശക്തനായിരുന്നു എന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അവിടെ ആണെങ്കിൽ അന്ന് രാത്രി പട്ടണത്തിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ശ്രീധാമാവ്, അതായത് കുചേലൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്, ശ്രീധാമാവിനോടൊത്താണ് രാത്രി ഉറങ്ങാൻ കിടന്നത്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറയുന്ന രാധയെ പിരിഞ്ഞുള്ള ആ ഒരു വിഷമം അതാണ് എനിക്ക് കൂടുതലുള്ളത് എന്ന് പറയുന്നു. കാരണം സർവ്വവ്യാപിയും സർവശക്തനുമായ കൃഷ്ണൻ്റെ ശക്തിയാണ് രാധ എന്നും, അപ്പോൾ കൃഷ്ണൻ ഉള്ളിടത്ത് മാത്രമാണ് രാധ ഉള്ളത്, അപ്പോൾ രാധയുള്ളിടത്ത് കൃഷ്ണനുമുണ്ട്. അപ്പോൾ ഇരുവരും സർവ്വവ്യാപികളാണ്, അതാണ്. അപ്പോൾ വിരഹം എന്നൊരു കാര്യം അവിടെ ഇല്ല എങ്കിലും ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിക്കുമ്പോൾ മനുഷ്യൻ പറയുന്ന രീതിയിലും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ മനുഷ്യ സഹജമായ വിരഹതാപത്തെക്കുറിച്ചും ഭഗവാൻ ഇവിടെ പറയുന്നു. അങ്ങനെ ദുഷ്ടന്മാരുടെ നാശനവും അതുപോലെ ഭക്തന്മാരുടെ പരിപാലനവും ധർമ്മ സംസ്ഥാപനവും ലക്ഷ്യമാക്കിയാണ് ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നിരന്തരം പലതും ചെയ്തുകൊണ്ട് ഭഗവാൻ നമുക്ക് തുണയായിട്ടിരിക്കുന്നു. ഭഗവാൻ അത്രയും സന്തോഷമായിട്ടിരിക്കുന്ന ഭഗവാനോട് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പിന്നെ വിഷമങ്ങളിൽ നിന്നും മോചിപ്പിക്കണേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് പാരായണം ചെയ്യാം. 74-ാമത്തെ ദശകം. ധ്യാനം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാവുദാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിച്ചുകൊണ്ട് ഗണേശായ നമ, സരസ്വതിയെ നമ. 74-ാം ദശകം. ആദ്യം നാരായണീയത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം ഒന്ന് പറയാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരി ഹന്തഭാഗ്യം ജനാനാം. 74-ാമത്തെ ദശകം. ഭഗവാന്റെ മധുരാപുരി പ്രവേശം. സംപ്രാപ്തോ മധുരാം ദിനാർദ്ധവികമേ തത്രാന്തരസ്മിൻ വസൻ ആരാമേ വിഹിതാശനഃ സഖിജനൈർയാദപുരീമീക്ഷിതും പ്രാപോ രാജപദം ചിരശ്രുതിധൃത വ്യാലോകകൗതൂഹല സ്ത്രീപുംസോദയത് അഘണ്യപുണ്യനിഘളൈരാകൃഷ്ണ്യമാനോനുഖിം ത്വത്പാദദ്യുതിവത്സരാഗസുഭഗാ ത്വന്മൂർത്തിവത് യോഷിതഃ സംപ്രാപ്താ വിലസത്പയോധരരുചോ ലോലാഭവദൃഷ്ടിവത് ഹാരിണ്യസ്ത്വദുദരസ്ഥലീ വധൈതേ മന്ദസ്മിതപ്രൗഢിവൻ നൈർമല്യോല്ലസിതാ കഖൗഗരുചിവത് രാജത്കലാപാശ്രിതാഃ താസാമാകലയൻ അപാംഗവലനൈർമൂഢം പ്രഹർഷാദ്ഭുതാ വ്യാലോലേഷു ജനേഷു തത്ര രജകം കഞ്ചിത് പടീം പ്രാർത്ഥയൻ കസ്തേ ദാസ്യതി രാജകീയവസനം യാഹീതി തേനോദിതഃ സദ്യസ്തസ്യ കരേണ ശീർഷമഹൃദാഃ സോऽപ്യാഭ പുണ്യാം ഗതിം ഭൂയോ വായം ഏകം ആയതമതിം തോഷേണ വേഷോജിതം ദാശ്വാസം സ്വപദം നിനേത സുഹൃദം കോ വേദ ജീവാത്മനാം മാലാഭിസ്തബകൈസ്തവൈരഭി പുനർമാലാകൃതാമാനീതോ ഭക്തിം തേന വൃതാം ദിദേശിത പരാം ലക്ഷ്മീം ച ലക്ഷ്മീപദേ കുബ്ജാം അബ്ജവിലോചനാം പതി പുനർ ദൃഷ്ട്വാംഗരാഗേ തയാ ദത്തേ സാധു കിലാംഗരാഗമദധാസ്തസ്യാമഹാന്തം ഹൃദി ചിത്തസ്ഥാമൃജുതാമധപ്രദയിതും ഗാത്രേപി തസ്യാ സ്ഫുടം ഗൃഹ്ണൻ മഞ്ജുകരേണ താം ഊധനയ സ്ഥാവജ്ജഗത്സുന്ദരീം താവന്നിശ്ചിതവൈഭവാസ്തവ വിഭോ നാത്യന്തപാപാജനാ
യത്കിഞ്ചിത് ദദതേ സ്മ ശക്ത്യനുഗുണം താംബൂലമാല്യാദികം ഗൃഹ്ണാനക്കുസുമാദികിഞ്ചന തഥാ മാർഗേ നിബന്ധാഞ്ജലിർനാദിഷ്ടം ഭദഃ യഥോദ്യ വിപുലാം ആർത്തിം വ്രജാമി പ്രഭോ ഏഷ്യാമീതി വിമുക്തയാപി ഭഗവൻ ആലേഭദ്രാദ്യാ തയാ ധൂരാത്കാദരയാ നിരീക്ഷിതഗതിസ്ത്വം പ്രാവിശോ ഗോപുരം ആഘോഷാനുമിതത്വദ് ആഗമമഹാഹർഷോല്ലളദ് ദേവകീ വക്ഷോജ പ്രകളത്പയോരസമിഷാ ത്വത്കീർത്തിരന്തർഗതാ ആവിഷ്ടോ നഗരീം മഹോത്സവവതീം കോദണ്ഡശാലാം വ്രജൻ മാധുര്യേണ തേജസാനുപുരുഷൈർധൂരേണ ദത്താന്ധരഃ സ്രഗ്ഭിർദുഭൂഷിതം അർച്ചിതം വരധനുർമാമേതി വാദാത് പുരഃ പ്രാഗൃഹ്ണാസമാരോപയ കില സമാക്രാക്ഷീർ അഭാംക്ഷീരഭീ ശ്വകംസക്ഷപണോത്സവസ്യ പുരതഃ പ്രാരംഭതുര്യോ ഭമാ ച അവധ്വംസ മഹാധ്വനിസ്തവ വിഭോ ദേവാനരോ മാഞ്ജയത് കംസസ്യാപി ച വേഭതുസ്തദുദിതഃ കോദണ്ഡഖണ്ഡദ്വയീ ചണ്ഡാഭ്യാ ആഹതരക്ഷിപുരുഷരവൈരുത്കൂലിധോ ഭൂത്വയാ ശിഷ്ടൈർദുഷ്ടജനൈശ്ച ദൃഷ്ടമഹിമാ പ്രീത്യാ ച ഭീത്യാ തഥാ സംപശ്യൻ പുരസംഭദം പ്രവിചരൻ സായം ഗതോ വാടികാം ശ്രീധാംനാ സഹ രാധികാ വിരഹജം ഖേദം വദൻ പ്രസ്വഭൻ ന ആനന്ദന്നവതാര്യ കാര്യഘടനാ ദ്വാദേശ സംരക്ഷമാം. ഓം തത്സത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. 74ാമത്തെ ദശകം ഭഗവാന്റെ മധുരാപുരി പ്രവേശം ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.